മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ കാണുന്ന കൃഷി നിത്യവഴുതന എന്ന് പറയുന്ന ഒരു പച്ചക്കറിയെപ്പറ്റി നമുക്കെല്ലാവർക്കും അറിയാം. അപ്പം ഈ നിത്യവഴുതനയുടെ ഗുണമെന്ന് വെച്ചാൽ മറ്റുള്ള പച്ചക്കറികളെ അപേക്ഷിച്ച് ഏറ്റവും പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടത് ഒരു പ്രാവശ്യം കൃഷി ചെയ്താൽ വീണ്ടും വീണ്ടും നമ്മൾ കൃഷി ചെയ്യാതെ തന്നെ അവിടെ ഈ നിത്യവഴുതന ഉണ്ടാവുന്നുള്ളതാണ്. കാരണം ഈ നിത്യവഴുതന ഉണ്ടാവുന്ന കായ്കൾ നമ്മൾ എത്രമാത്രം പറിച്ചാലും എവിടെയെങ്കിലും ചില കായ്കളിൽ നിന്ന് പഴുക്കുകയും വിളഞ്ഞ് പഴുത്ത് അതിൻ്റെ അരികൾ തെറിച്ച് വീട് കിളിച്ച് വരും. അങ്ങനെയുള്ള ഒരു പച്ചക്കറിയാണ് നിത്യവഴുതന എന്ന് വെച്ചാൽ. നിത്യവഴുതന രണ്ടിനമുണ്ട്, നീളം കുറവുള്ളതും നീളം വലുപ്പമുള്ളതും. ഇതിപ്പോൾ നീളം കൂടിയ ഇനത്തിൽപ്പെട്ടതാണ് ഈ നിത്യവഴുതന. വലിയ പരിചരണങ്ങളൊന്നുമില്ല, എന്നാൽ അല്പം പരിചരണം കൊടുക്കാമെങ്കിൽ ഇഷ്ടംപോലെ കായ്കൾ രണ്ട് ദിവസം കൂടുമ്പോൾ പറിച്ചെടുക്കാനും തോരനായിട്ടും വെഴുക്കുരുട്ടിയായിട്ടും ഒക്കെ നമുക്ക് വയ്ക്കാനും ഒക്കെ നല്ലതാണ്. സ്വാദിഷ്ടമായ ഒരു പച്ചക്കറി കൂടിയാണ് നിത്യവഴുതന. അപ്പോൾ അങ്ങനെയുള്ള നിത്യവഴുതന ഇത് നട്ടപ്പോൾ ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അതിൻ്റെ കാഴ്ചകൾ പങ്കുവച്ചിരുന്നു. ആ അരികൾ കിളിപ്പിച്ച്, സാധാരണ ഞാൻ എല്ലാ വിത്തുകളും കിളിപ്പിക്കുന്നത് ഡിസ്പോസിബിൾ ഗ്ലാസ്, അതായത് പേപ്പർ ഗ്ലാസ് ഉണ്ട്. പേപ്പർ ഗ്ലാസ് നമ്മൾ ചായ കുടിക്കുന്ന പേപ്പർ ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ട് കളയുന്ന ഗ്ലാസ്, അതിനകത്താണ്. അങ്ങനെ കിളിർപ്പിച്ച് നട്ട് ഏതാനും ഇലകളൊക്കെ വന്നതിന് ശേഷം, വള്ളിയൊക്കെ ആയതിനു ശേഷം ഞാൻ എല്ലുപൊടിയും വേപ്പിൻ്റെ പിണ്ണാക്കും ചാരവും ഇട്ട് അല്പം മണ്ണൊക്കെ ഇട്ട് കൊടുത്തു. പിന്നീട് വലിയ പരിചരണമൊന്നും വന്നില്ല, എന്നാൽ ഇതിപ്പോൾ പൂക്കളൊക്കെ ആയി വരുന്നുണ്ട്. ഇനി ഒരു അല്പം പരിചരണം കൊടുക്കാമെങ്കിൽ ഈ കഠിനമായ ഉണക്കത്ത് ഇഷ്ടംപോലെ കായ്കൾ കിട്ടും. അങ്ങനെ ഈ വില കൂടുതൽ കൊണ്ട് പൊറുതിമുട്ടുന്നത് നമുക്ക് ഒരു കറിക്കുള്ള കായ്കൾ 2 ദിവസം, ആഴ്ചയിൽ 2-3 ദിവസങ്ങൾ പറിച്ചെടുക്കാൻ സാധിക്കും. അത് ഇന്നത്തെ സാഹചര്യത്തിൽ വലിയ അനുഗ്രഹമാണ്. പ്രിയമുള്ളവരെ, ഇത് ഗ്രോ ബാഗിലും ചാക്കിലും ചെടിച്ചട്ടിയിലും ഒക്കെ നട്ടുപിടിപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അല്പമെങ്കിലും പറമ്പുള്ളവർ ഒരു 2 മൂട് നട്ടുപിടിപ്പിക്കാമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇഷ്ടം പോലെ കായ്കൾ കിട്ടും. അപ്പോൾ അത് എങ്ങനെ ചിലവ് കുറഞ്ഞ മാർഗത്തിലൂടെ പരിചരിക്കാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളുമായി പങ്കുവെക്കുന്നത്. ഇത് മാത്രമല്ല, നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്ന എല്ലാ പച്ചക്കറികളും ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. കാരണം പലരും ഈ കൃഷിയിൽ നിന്ന് വെറുക്കുന്നത്, കൃഷിയോട് താല്പര്യം കാണിക്കാത്തത് ആദായത്തിനേക്കാൾ കൂടുതൽ ചിലവ് വളത്തിനും ജോലിക്കും വേണ്ടി ചിലവഴിക്കുന്നത്. അപ്പം അത് ഒഴിവാക്കാനുള്ള സന്ദേശങ്ങളാണ്, വീഡിയോകളാണ് ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത്തരത്തിലുള്ള കൃഷി കാഴ്ചകൾ, കൃഷി രീതികൾ, കൃഷി അറിവുകൾ ശേഖരിക്കാൻ, ആ വിവരങ്ങൾ ശേഖരിക്കാനും അത് സമാന ചിന്താഗതിയുള്ളവരിലേക്ക് എത്തിക്കാനും ഒക്കെ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ, ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നാളിതുവരെ എനിക്ക് പൂർണ്ണമായ പിന്തുണയും പ്രോത്സാഹനവും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ കൃത്യമായ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പം ഞാൻ ഇവിടെ എടുത്തു വച്ചിരിക്കുന്ന വളമെന്ന് പറയുമ്പോൾ, ഇത് ആദ്യമായിട്ട് ഞാൻ ഇടാൻ പോകുന്നത് ഈ ചാരമാണ്. ചാരം അഥവാ വെണ്ണീർ, ചാമ്പൽ. അപ്പോൾ ചാമ്പൽ 2-3 തരത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഒന്ന് കരിയിലകളൊക്കെ കത്തിച്ച്, പിന്നെ വിറവുകൾ കത്തിച്ച്, ഇതൊക്കെയാണ് നമ്മൾ ചാരം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ചാരം ആണ് ഞാൻ ആദ്യമായിട്ട് കുറച്ച് ചാരമൊക്കെ ഇട്ട് കൊടുത്താൽ മതി. വളരെ കുറച്ച് ചാരം നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ചാരം വെണ്ണീർ ഇതിനെ ചുവട്ടിലിട്ട് കഴിഞ്ഞു. ചുവട്ടിടുമ്പോൾ അല്പം അകത്തി വേണം ഇടാൻ. ഒരു കൈ വെണ്ണീർ ഒരു എണ്ണത്തിൻ്റെ ചുവട്ടിലിട്ടാൽ മതി. ഇനി നമ്മൾ ഇടാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇത് എല്ലുപൊടിയാണ്. എല്ലുപൊടിയുടെ ഗുണങ്ങളെപ്പറ്റിയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ട്, എല്ലാ കൃഷിക്കും നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു വളമാണ് എല്ലുപൊടി എന്ന് പറഞ്ഞാൽ. കാരണം ശക്തമായ വേരുപടലം ഉണ്ടാകുന്നതിനാണ് എല്ലുപൊടി പ്രയോജനപ്പെടുന്നത്. അപ്പം പൂക്കാനും കായ്ക്കാനും ഒക്കെ ഉള്ള ഘടകങ്ങൾ ഇതിനകത്തുണ്ട്. പക്ഷേ ചില പച്ചക്കറികളൊക്കെ ഹ്രസ്വകാല വിളയായതുകൊണ്ട് ഈ വളം ഇട്ട് കൊടുക്കുന്നതോടൊപ്പം തന്നെ മറ്റ് വളത്തിൻ്റെ കാര്യം കൂടി ഞാൻ പറയുന്നുണ്ട്. അതും കൂടെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഈ കുറഞ്ഞ കാലദൈർഘ്യത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ വിളവുകൾ പച്ചക്കറികളിൽ നമുക്ക് ലഭിക്കത്തുള്ളൂ. ഇത് കൊടുക്കാമെന്ന് വെച്ചാൽ ഇതിൻ്റെ വേരുപടലം ശക്തിപ്പെടുന്നതിനും ഒക്കെയുള്ള കാര്യങ്ങളാണ്. അതും കുറേശ്ശെ വളം ഇട്ട് കൊടുത്താറുണ്ട്. ഒരെണ്ണത്തിന് ഇത്രയും മാത്രം വളം ഇട്ടാൽ മതി ഒരു മൂടിന്. അപ്പോൾ നമ്മൾ എല്ലുപൊടിയും കൂടി ഇട്ടു. അപ്പോൾ നമ്മൾ ചാരമിട്ടു, എല്ലുപൊടി ഇട്ടു. ഇനി ഒരു വളം കൂടി നമ്മൾ ഇടുകയാണ്. അതാണ് വേപ്പിൻ പിണ്ണാക്ക്. വേപ്പിൻ പിണ്ണാക്ക് ഇടുന്നതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ, ഇത് ഒരു വളമാണ്
എങ്കിൽ പോലും ഇതൊരു കീടനാശിനി കൂടിയാണ്. മണ്ണിൽ ഉള്ള ഒട്ടനവധി നമ്മുടെ ചെടികൾക്ക് ആവശ്യമില്ലാത്ത കീടങ്ങളെ നശിപ്പിക്കാനും ചെടികൾക്ക് നല്ല രീതിയിൽ വളർന്ന് വരാനും ഒക്കെ സഹായിക്കുന്ന ഒരു വളം കൂടിയാണ് വേപ്പിൻ പിണ്ണാക്ക്. വേപ്പിൻ പിണ്ണാക്ക് നമ്മൾ അല്പം ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ 3 വളം ഇട്ടു, ചാരം ഇട്ടു, എല്ലുപൊടി ഇട്ടു, വേപ്പിൻ പിണ്ണാക്ക് ഇട്ടു. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ചുവട്ടിൽ ഇത് മണ്ണ് വെട്ടിയിടാൻ പറ്റത്തില്ല. കാരണം വളവും മണ്ണും കൂടി നല്ല രീതിയിൽ യോജിച്ചെങ്കിൽ മാത്രമേ ആ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ആ വെള്ളമായി പ്രവർത്തിച്ച് മണ്ണിൽ ഉണ്ടാകുന്ന ആ ലായനി രൂപത്തിലുള്ള ഭക്ഷണമാണ് ഈ സസ്യങ്ങൾ വലിച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചുവട്ടിൽ ഇവിടെ കല്ല് ഉള്ള പ്രദേശമായതുകൊണ്ട് ഞാൻ മണ്ണ് എടുത്തിട്ടാണ് ഇത് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് മണ്ണ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ മണ്ണ് നമുക്ക് ഇതിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കണം. അതിനുശേഷം ഈ മണ്ണിൻ്റെ മുകളിൽ വെള്ളമൊക്കെ ഒഴിച്ച് ചുവടം തണുപ്പിച്ച് കൊടുക്കണം. അതിനുശേഷമാണ് പ്രത്യേകമായി തയ്യാറാക്കിയ ചിലവില്ലാതെ നമ്മൾ തയ്യാറാക്കിയ ഒരു ലായനി വളമുണ്ട്. ആ ലായനി വളം ആഴ്ചയിൽ 2 തവണ വീതം ഒഴിച്ചു കൊടുക്കും. തീർച്ചയായിട്ടും അടുത്ത ആ ഒരു 10 ദിവസത്തിനകം തന്നെ നിറച്ച് കായ്ച്ച് കിടക്കുന്ന ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നതാണ്. അപ്പോൾ നമ്മളിനി മണ്ണിടാൻ പോവുകയാണ്. സുഹൃത്തുക്കളെ, നമ്മൾ മണ്ണുമൊക്കെ ഇതിൻ്റെ ചുവട്ടിലിട്ടു നോക്കുക. ഇനി നമുക്കിതിൻ്റെ ചുവട്ടിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതിന് ചൂടൊന്ന് തണുപ്പിക്കണം. അതിന് ശേഷമാണ് നമ്മൾ ലായനി വളം ഒഴിച്ചു കൊടുക്കുന്നത്. ആ ലായനി വളം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എങ്ങനെ ഒഴിച്ചു കൊടുക്കണമെന്നും ഒക്കെ ഞാൻ ഇപ്പോൾ തന്നെ പറയാം. സുഹൃത്തുക്കളെ, ഈ വളം ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് നമ്മൾ പഴങ്ങൾ കഴിക്കാറുണ്ട്. പഴങ്ങൾ, ഏത്തപ്പഴം, പൂവമ്പഴം, പളാതുളം പഴം, ഇങ്ങനെയൊക്കെയുള്ള പല വാഴപ്പഴങ്ങളും നമ്മൾ കഴിക്കാറുണ്ട്. നമ്മൾ കഴിച്ചതിന് ശേഷം സാധാരണ ഇതിൽ അതിൻ്റെ തൊലി നമ്മൾ കളയുകയാണ്. അതല്ലെങ്കിൽ നമ്മൾ വളർത്തുമൃഗങ്ങളുണ്ടെങ്കിൽ അവയ്ക്ക് കൊടുക്കും. എന്നാൽ ഈ പഴത്തൊലി ഉപയോഗിച്ച് വളരെ വലിയ നല്ല ഒരു വളം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. വലിയ എന്ന് ഞാൻ പറഞ്ഞത് പോഷക സമ്പുഷ്ടതയാർന്ന ഒരു വളമാണ്. പഴത്തിലടങ്ങിയിരിക്കുന്ന നമ്മൾ കഴിക്കുന്ന പഴത്തിലടങ്ങിയിരിക്കുന്നതിനെക്കാട്ടിൽ പ്രോട്ടീനും വിറ്റാമിൻസുകളും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഈ തൊലിയിൽ. അപ്പം ഈ തൊലി നമ്മൾ ഒരു 7 മുതൽ 15 ദിവസം വരെ പച്ചവെള്ളത്തിൽ നമ്മൾ ഇട്ട് വെച്ചിരിക്കുക. ഇത് വേണേൽ കട്ട് ചെയ്തിടാം, എന്നുവെച്ചാൽ അരിഞ്ഞിടാം, അതല്ലെങ്കിൽ അരിയതിടാം. അതിനുശേഷം അപ്പോൾ ഇട്ടതിന് ശേഷം ഓരോ ദിവസവും ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം 7 ദിവസം മുതൽ 15 ദിവസത്തിനകത്ത് വെച്ച്, അല്ലെ 15 ദിവസം കഴിഞ്ഞാലും കുഴപ്പമില്ല, നമ്മൾ എന്ത് ചെയ്യണം, ഈ പഴത്തൊലിയുടെ സത്ത് മൊത്തം ഈ വെള്ളത്തിനകത്ത് ഇറങ്ങും. ആ സമയം ആകുമ്പോൾ 15 ദിവസം കഴിയുമ്പോൾ ഇതേപോലെ ഒരു കപ്പ് നമ്മൾ മുക്കിയെടുക്കുക. ഒരു കപ്പ് മുക്കിയെടുത്തതിന് ശേഷം ഇതുപോലെയുള്ള 10 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നമ്മൾ നേർപ്പിക്കുക, യോജിപ്പിക്കുക. അതിനുശേഷം നിത്യവഴുതന ഉൾപ്പെടെയുള്ള ചെടികളുടെ തണ്ടുകളിൽ മുട്ടാതെ അല്പം അകലക്കൂട്ടി ഒഴിച്ചു കൊടുക്കുന്നത് കൂടുതൽ പുഷ്പിക്കാനും കായ്കൾ ഉണ്ടാകുന്നതിനും അത് അനുയോജ്യമാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ 10 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. 10 കൂടിയാലും കുഴപ്പമില്ല, പക്ഷേ കുറഞ്ഞു പോകരുത്. അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ ചെടികളുടെ നാശമായിരിക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ കൂടിപ്പോകണം. കാരണം ഇതിന് ശക്തി ഭയങ്കരമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് കണ്ട 10 കപ്പ് വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുത്ത് ഇത് ഞാനിപ്പോൾ ഇങ്ങനെ കൂട്ടുകയാണ്. കണ്ടോ, കൂട്ടി. ഇത് എപ്പോഴും അടച്ചു വെക്കണം. നമ്മൾ തയ്യാറാക്കുന്ന വളം അടച്ചു വെക്കണം. ഇനി ഞാനിത് ഒഴിച്ചു കൊടുക്കുകയാണ്. നോക്കിയിട്ട് അല്പം ദൂരെ കൂട്ടിയാണ് ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് വീതം ഒന്നിനും ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ ഇത്രയും വളങ്ങളൊക്കെ ഈ നിത്യവഴുതനയ്ക്ക് ചെയ്തു. അപ്പോൾ ഇനി ഇതിനൊരു സംരക്ഷണം കൊടുക്കണം. കാരണം നമുക്കറിയാം കൊടും ചൂടാണിപ്പോഴും. നിത്യവഴുതന അല്പം വെള്ളം ആവശ്യമുള്ള ഒരു പച്ചക്കറിയാണ്. കാരണം ഇവൻ വെള്ളം കുടിക്കും, അതനുസരിച്ച് കായ്കൾ നമുക്ക് തരും. സത്യത്തിൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട വളം എന്ന് പറഞ്ഞാൽ വെള്ളമാണ്. വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ ഇത് കായ്ക്കും. പകരം ഈ കൊടും ചൂടിൽ ഇങ്ങനൊരു പ്രൊട്ടക്ഷൻ കൊടുക്കാമെങ്കിൽ സ്വാദിഷ്ടമായ കറികൾ ഉണ്ടാക്കാൻ ഇവൻ നമ്മളെ സഹായിക്കും. തന്നെയല്ല, നിത്യവഴുതനയുടെ വിത്തുകൾക്കൊക്കെ ഇന്ന് വളരെയധികം ആവശ്യക്കാരുണ്ട്. ഇന്ന് നമ്മുടെ വീട്ടിൽ എത്ര വസ്തു കുറവായാലും നമ്മൾ ചാക്കിലും ഗ്രോ ബാഗിലും ചെടിച്ചട്ടിലും ഒക്കെ പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യാൻ തയ്യാറായി വരികയാണ്. കാരണം പലവിധ രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാനും മാനസിക സംഘർഷം ഒഴിവാക്കാനും ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന നെഗറ്റീവ് ഊർജ്ജത്തെ ഭൂമിയിലേക്ക് ആദേശം ചെയ്യിപ്പിക്കാനും ഒക്കെ ഇത് ആവശ്യമാണെന്നൊരു ബോധ്യം നമുക്കുണ്ടായിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ മടികളൊക്കെ കളഞ്ഞ് സട കുടഞ്ഞ് എഴുന്നേറ്റ് നമ്മൾ കൃഷിയിലേക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ഒരു കൃഷി സമ്പ്രദായമാണ് ഞാനിവിടെ ആവിഷ്കരിക്കുന്നത്. ഇനിയും ഈ കൊടും ചൂടിൽ നിന്നും ഇതിനെ സംരക്ഷിക്കാൻ വേണ്ടി കരിയില എന്ന് വെച്ചാൽ നമുക്കറിയാം വൃക്ഷങ്ങളുടെ ഉണങ്ങിയ ഇലയാണ്. ഇതിൻ്റെ ചുവട്ടിൽ കുറേശ്ശെ ഒന്ന് ഇട്ട് കൊടുക്കുന്നത് വളരെ പ്രയോജനം, ഈർപ്പം നിലനിർത്താനും അത് സഹായിക്കും. അതുകൂടെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത്രയും സംഗതികൾ നമ്മളിപ്പോൾ ചെയ്തു. ഇനി നമുക്കൊരു 6 മാസത്തോളം സ്ഥിരമായിട്ട് ഇതിൽ നിന്നും കായ്കൾ പറിച്ചെടുക്കാം. അങ്ങനെ വർദ്ധിച്ചു വരുന്ന ആ പച്ചക്കറിയുടെ വില നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിയന്ത്രിക്കാൻ സാധിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് വളരെ സന്തോഷകരമായ ഒരു അനുഭവം. കാരണം നമ്മൾ നടുന്ന ഒരു ചെടി അത് പുഷ്പിക്കുകയും കായ്ക്കുകയും ആ കായ്കൾ നമ്മൾ പറിച്ചെടുക്കുകയും അത് നമുക്കിഷ്ടമുള്ള രീതിയിൽ കറി വയ്ക്കുകയും കഴിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. ജീവിതത്തിൽ സംതൃപ്തിയാണ് നമ്മളെ വിജയത്തിലേക്ക്, അതുപോലെ തന്നെ പ്രതീക്ഷയിലേക്ക്, ആരോഗ്യത്തിലേക്ക് നയിക്കുന്നത് എന്ന കാര്യം നമ്മൾ മറക്കരുത്. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നന്മകൾ നേർന്നുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.